ചിലർ പറയും സംവിധായകന്റെ കയ്യിലെ ടൂളാണ് നടൻ എന്ന് പറയുന്നത്, അത് ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് പറയും. അപ്പൊ നിങ്ങൾ അങ്ങനെയാണോ അതോ അങ്ങനെ തന്നെയാണ്? അങ്ങനെ അല്ലാത്തവരുണ്ട്. ഇപ്പൊ ലാലേട്ടനെയൊക്കെ നമ്മൾ പറയുന്നത് ആക്ടർ എന്ന് പറയില്ല. അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ട് പ്രേക്ഷകർ താനാരെ കാണാൻ നിൽക്കും? ഒരിക്കലും എല്ലാ സിനിമയും പ്രേക്ഷകർ കാണുന്നില്ലല്ലോ. നല്ല കാര്യം കണ്ടാൽ മതി, എല്ലാം കണ്ടോ നമ്മള് പറയുന്നില്ല. അത് നിങ്ങളുടെ അറിയോ? എനിക്കൊന്ന് ദിവസവും സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. നടനായിക്കോളാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യനേ ഇല്ല സിനിമയിൽ. നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കണം. പ്രതീക്ഷിക്കില്ല, ഒരിക്കലും പ്രതീക്ഷിക്കില്ല. എന്നെ എന്തുകൊണ്ട് വേറെ എവിടെ നമുക്ക് സ്വന്തമായിട്ട് അത് അവതരിപ്പിക്കാൻ പറ്റുമല്ലോ. കൂട്ടമണി, ആട്, കുറെ സെക്കൻഡ് പാർട്സ് വരാനിരിക്കും. അടിപൊളി എക്സൈറ്റ് ചെയ്യിക്കുന്നതിൽ ഏതായിരുന്നു? സെക്കൻഡ് പാർട്ട് ഒരിക്കലും എക്സൈറ്റ് ചെയ്യാറില്ല. അപ്പൊ അടികൊപ്പിയാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞു. മമ്മൂക്കയുടെ കൂടെയും ദുൽഖറിന്റെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു അവർ തമ്മിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ ഭയങ്കര ക്രിയേറ്റീവ് ഭയങ്കര വൾണറബിൾ ആണല്ലേ? വളരെ വിലോലമായിട്ടുള്ള ഞാനാണോ ഇന്റർവ്യൂ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ടുപേരാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. 2002 സഹസംവിധായകനായി തുടങ്ങി 2011 നടനായി അരങ്ങേറി 100-ലധികം ചിത്രങ്ങൾ തികച്ച ഷൈൻ ടോം ചാക്കോയും, മലയാളികൾക്ക് എനിക്കൊന്ന് ജഗതി ചേട്ടന് ശേഷം ആര് എന്ന പേരിന് ഉത്തരമുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അജു വർഗീസുമാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാനിരിക്കുന്നത് താൻ ആരാ എന്ന സിനിമയെ കുറിച്ചാണ് അല്ലെ അജു? ശരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ എനിക്കൊന്ന് ഷൈൻ ചേട്ടനോട് തുടക്കകാലത്ത് അഭിനയിച്ചത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്നിക്കുന്ന ഒരു ചിത്രമാണ് താൻ ആരാ. അപ്പൊ അജുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല 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 ചിത്രങ്ങൾ വരുന്നു, എന്തുകൊണ്ട് താൻ ആരാ? നല്ല ചിത്രമായതുകൊണ്ട്. ഷൈൻ ചേട്ടനിലേക്ക് വരുമ്പോ എന്താണ് ഷൈൻ ചേട്ടൻ എനിക്കൊന്ന് ദിവസവും സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ താനാര എന്ന ചിത്രം വരുമ്പോ എന്തൊരു ഫാക്ടറായിരുന്നു ഷൈൻ ടോം ചാക്കോയെ ഇതിലേക്ക് ആകർഷിച്ചത്? ഞാൻ ചെറുപ്പത്തിൽ കണ്ടുകൊള്ളുന്ന ഒരുപാട് ചിത്രമാണ്. അതുപോലെ ചിത്രങ്ങളും നമുക്ക് ആക്ച്വലി ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയതിനു ശേഷം ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അത് ആ രീതികൾ മാറി വേറെ രീതിയിലേക്ക്. അപ്പൊ ഇതിന്റെ കഥ കേട്ടപ്പോൾ ആ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രവും അല്ലെങ്കിൽ കഥയും സിറ്റുവേഷൻസും ആണെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ, അത് ട്രൈ ചെയ്യണമെന്ന് വളരെയധികം, അല്ലെങ്കിൽ അതാണ് നമ്മൾ ട്രൈ ചെയ്ത് പഠിച്ചിട്ടുള്ളത് ആക്ച്വലി, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതൊന്നും ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് മെയിൻ ക്യാരക്ടർ ഔട്ടാണ്ടാവും 1 to 10 എന്ന് പറയുന്നത് പോലെ ഫുൾ ടൈം പട്ടം കറങ്ങുന്ന കൺഫ്യൂസ്ഡ് ആകുന്ന. It's very difficult to do because logical സാധനം ചെയ്യാൻ ഡിഫിക്കൽസി ഇല്ല. സിറ്റുവേഷൻ നമുക്ക് ലോജിക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന് ലോജിക് ആർക്കും വേണം, ആക്ഷൻസ് വൈസ് കൺവിൻസ് ചെയ്യണം, തെറ്റിദ്ധരിപ്പിക്കണം. നിങ്ങളുടെ കൂടെ അഭിനയിച്ച ചിന്നുവിനോട് ഞാൻ സംസാരിക്കാറുണ്ട്. ചിന്നുവിനോട് എന്തുകൊണ്ടാണ് ചിന്നു താനാര അപ്പൊ പറയണു പുള്ളിന്റെ വളരെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഭയങ്കര ചിരിക്കാം അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് സിനിമ കാണാതെ നല്ലൊരു സിനിമ കാണാം എന്ന് പറഞ്ഞ് പോയാൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് താനാര എന്ന് പറയുന്നത്.
ഒപ്പം തന്നെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സംവിധായകൻ, അതെ, ഒപ്പം തന്നെ റാഫി ചേട്ടൻ അല്ലെ. അപ്പൊ ആ ഒരു കോംബോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രേക്ഷകര് നന്നായിട്ട് പ്രതീക്ഷിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ അജു പറഞ്ഞ പോലെ തന്നെ അത് കുറച്ച് കഥാപാത്രങ്ങളല്ല, 6 പേരിൽ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ട് പ്രേക്ഷകർ കാണാൻ വരുന്നത്? ഒരിക്കലും എല്ലാ സിനിമയും പ്രേക്ഷകർ കാണുന്നില്ലല്ലോ. കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. കാണാൻ വരാനും ഇന്റർവ്യൂ കാണും. നല്ലതാണെങ്കിൽ കണ്ടാൽ മതി, എല്ലാം കണ്ടോ നമ്മളും പറയുന്നില്ല. എല്ലാ ഇന്റർവ്യൂ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അത് നിങ്ങളുടെ നിയമം. ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട്. അതെ, സിനിമ കാണണ്ടേ, പറയാം, ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെങ്കിലും കാണണ്ടേ. ഉറപ്പായിട്ടും ഇല്ല, ഞാൻ പറഞ്ഞ പോലെ സിനിമ പല ജോണറുകൾ വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു സർവൈവൽ ത്രില്ലർ വരുന്നു, നമുക്ക് ടെൻഷൻ അടിച്ച് കാണുന്നു. നമ്മൾ ചുറ്റും ഇപ്പൊ വീണ്ടും നമുക്ക് അത്രയും രസകരമല്ലാത്ത, രസകരം പോലും പറയാനില്ല, വളരെ നിർഭാഗ്യകരമായ അവസ്ഥകൾ അത് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് എല്ലാം എല്ലായിടത്തും റീച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കറിയാവുന്ന ചെപ്പടി വിദ്യയിലാണ് ഡോക്ടേഴ്സ് അവരുടെ ജോലി ചെയ്യും, സോൾജേഴ്സ് റെസ്ക്യൂ ചെയ്യുന്നവർ അവരുടെ ജോലി ചെയ്യും. നമുക്ക് ഒരു ഡീവിയേഷൻ കൊടുക്കാം മാനസികമായി. ഇപ്പം ഷൈൻ ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ പലതരം കഥാപാത്രങ്ങൾ അല്ലെ, ഒന്നിൽ നിന്നിലേക്ക്, അതുപോലെ തന്നെയാണ് അജു. അപ്പൊ നിങ്ങളുടെ ഒരു കഥാപാത്രങ്ങളിലെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കും? ക്രൈറ്റീരിയ ഒന്നും വെക്കുന്നില്ല. നമ്മുടെ അടുത്തേക്ക് വരുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നു, നമുക്ക് താല്പര്യമാവുന്നതും അത് ചിലപ്പോൾ അവതരണ രീതി കൊണ്ടായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ പരിചയം കൊണ്ടായിരിക്കും അത് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കും. കാശ് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ കാര്യം ചെയ്യുമ്പോൾ മറ്റു രീതികളാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. തീർച്ചയായിട്ടും ഫ്രീ ആയിട്ടുള്ള സിനിമ, കാശ് കിട്ടുമെന്ന് എക്സൈറ്റ്മെന്റ് ഇല്ല. ഫ്രീ ആയിട്ടുള്ള വേഷമാണെങ്കിലും ആ വേഷം ഗംഭീരാണെങ്കിലും നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന അത്രയും വലിയ താല്പര്യമില്ലാത്തൊരു വേഷം ഒരുപാട് കാശ് വരില്ല. പക്ഷെ നാച്ചുറലി ജീവിക്കാൻ കാശ് വരുന്നുണ്ട്, നമ്മൾ അത് എടുക്കാം. രണ്ടുപേരും സഹസംവിധായകരായി പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഒരു അതെ, ഒരു സിനിമയാണെങ്കിൽ കൂടി അല്ലെ. അത് അതിനെപ്പറ്റി ഒരുപാട് കഥകളുണ്ട്. അജുവിന്റെ മറ്റേ ജേക്കബിന്റെ സൗകര്യാജ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സഹസംവിധായകരായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക മേഖലകളും നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്, എല്ലാ മേഖലകളും. പൃഥ്വി ഞാനൊരു 10-15 വർഷം മുന്നേ ഇന്റർവ്യൂ, അന്ന് പൃഥ്വിരാജ് സംവിധാനം ചെയ്തത് പുതിയ മുഖത്തിന്റെ സമയത്താണ്. അപ്പൊ ആ സമയത്ത് പൃഥ്വി പറയുണ്ടായി, ഞാനിങ്ങനെ സെറ്റിലേക്ക് ചെന്ന് ആ ക്യാമറ ഏതാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് സംവിധായകരും ക്യാമറമാന്മാരും. അപ്പൊ ഈ സഹസംവിധായകരെ പ്രത്യേകിച്ച് ഷൈനാണ് കൂടുതൽ അല്ലെ ആ ഒരു മേഖലയിൽ പരിചയം. അങ്ങനെയുള്ള നിങ്ങൾ ഈ അഭിനയിക്കാൻ മുന്നിൽ ഇതിന് എന്തെങ്കിലുമൊക്കെ സജഷൻസ് പറയണമെന്ന് തോന്നാറുണ്ട്, അല്ലെങ്കിൽ പറയാറുണ്ടോ? ടെക്നിക്കലി പറയാറില്ല, കാരണം ടെക്നിക്കലി അറിഞ്ഞിരിക്കേണ്ട ആവശ്യം ഒരു ആക്ടർ എന്ന രീതിയിലും ഡയറക്ടർ എന്ന രീതിയിലും നമുക്ക് അധികം വേണ്ട. കാരണം ക്യാമറ ഒരാഴ്ചയിൽ മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ടെക്നിക് അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിനാണ് നമ്മൾ നല്ല ക്യാമറ ഇരിക്കുന്നത്, അറിയാവുന്നത് അല്ലേ. നമുക്ക് വേണ്ടത് അറിയേണ്ടത് എന്താണ്, കഥയും കഥാപാത്രങ്ങളെയാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റത് ഗ്രാജുവലി നമുക്ക് അറിയാവുന്നതാണ്, അറിയാൻ പറ്റുന്നതാണ്. ഷോട്ടിനെ കുറിച്ചോ അതിന്റെ ആംഗിളിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് എടുക്കേണ്ട രീതിയെ കുറിച്ചൊന്നും ആക്ടേഴ്സ് അറിയേണ്ട കാര്യമില്ല. ആക്ച്വലി അവരറിയേണ്ടത് ഇതിന്റെ ടെക്നിക് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. അതും അറിയണമെന്നില്ല, അത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അവിടെ ഡയറക്ടർ ഉണ്ട് അല്ലേ. അറിഞ്ഞതുകൊണ്ട് അത് കുറച്ച് ഗുണമുണ്ട്, പക്ഷെ അത് നിർബന്ധമില്ല അറിയണം. കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള അതുകൊണ്ടാണ് പുള്ളിനെ ഡയറക്ട് ചെയ്യുന്നത്. അങ്ങനെ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഷൈനോട് ചോദിച്ചാൽ ഷൈൻ ഒരു നല്ല ഭക്ഷണം ആസ്വദിക്കാൻ ഒരു തവണ ചോദിക്കുന്നവരാ നല്ലതാണ്, കുക്കിംഗ് അറിയാമെങ്കിൽ. അതുപോലെ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. അതെ അതെ. കാരണം ഇപ്പൊ ഷൈനോട് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ഇത്രയും സിനിമകൾ സഹസംവിധായകനായി പ്രവർത്തിച്ച ഒരാൾ നടനായിട്ട് മാറുകയാണ്. അപ്പം എന്തെങ്കിലും ഷൈൻ ടോം ചാക്കോ ഒരു സിനിമ സംവിധാനം ചെയ്തിപ്പോഴും ഉള്ളിലുണ്ട്?
ഞാൻ സിനിമ ചെയ്യാൻ വേണ്ടി അസിസ്റ്റന്റ് ഡയറക്ടർ ആയതല്ല, സിനിമ തന്നെ നടനാവാൻ വേണ്ടി. അതൊരു ഭാഗ്യാണല്ലേ അത് ഭാഗ്യമല്ല ആക്ച്വലി. ആ കാരണം നടനാവാൻ വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആരെങ്കിലും നമുക്ക് ഇവിടെ ക്യാരക്ടർ എടുത്തിട്ടുണ്ടോ? നടനാവുന്നവരല്ലേ അല്ലല്ല, അത് ചിലത് അതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ നടനാവാൻ വന്നതാണ്. നടൻ എവിടെ നിന്ന് വർക്ക് ചെയ്യും? സിനിമ സംവിധായകനോ അല്ലെങ്കിൽ നടനാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ സിനിമയിൽ ഏത് പൊസിഷനിൽ വർക്ക് ചെയ്യും? മമ്മൂക്ക അസിസ്റ്റന്റ് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഈ കഥ കേട്ടിട്ടില്ലേ? നമ്മളുടെ സ്കൂളിൽ പോയ കോളേജിൽ ഏത് അസിസ്റ്റന്റ് ആയി നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഏത് നടന്റെ അസിസ്റ്റന്റ് ആയി നിന്നിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് അസിസ്റ്റന്റ് നടനായിക്കോളാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഒരു പൊസിഷനേ ഇല്ല സിനിമയില്. അങ്ങനെയില്ല. ക്യാമറമാൻ അസിസ്റ്റന്റ് ഇല്ലേ, ഡയറക്ടർക്ക് അസിസ്റ്റന്റ് ഇല്ലേ, എല്ലാവർക്കും അസിസ്റ്റന്റ് ഉണ്ട്. അപ്പൊ ആർക്കും അസിസ്റ്റന്റ് ഇല്ലാത്ത അങ്ങനെ ഒരു അവസരം ഇല്ലാത്തത് നടനാവാൻ ഇറങ്ങുന്നവൻ ഒന്നാമത് അവന്റെ ഒറ്റ ബുദ്ധിക്ക് ഇറങ്ങുക. അവൻ എവിടെ നിന്ന് വർക്ക് ചെയ്യും, എവിടെ അവൻ കാത്തിരിക്കും. അപ്പൊ അവിടെ ഉള്ള ചാൻസസ് അത് വേറെ ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ചുറ്റും തന്നെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നടക്കുന്ന പരിപാടിയല്ലേ, എപ്പോഴെങ്കിലും കിട്ടും അല്ലേ? നമ്മളുടെ സ്കൂളിൽ 3 ദിവസം ഒരേ ജോലി ചെയ്തു. അതല്ല, ഞാൻ നമ്മൾ തമിഴ് സാറിനെയാണ് എനിക്ക് ആകെ പരിചയമുള്ളൂ. തമിഴ് സാർ പണ്ട് പൊന്നായിട്ട് താമസിച്ചത്. അപ്പൊ എനിക്ക് എല്ലാ ക്ലാസ്സിലും മാനുവൽ എക്സാം വരുന്ന സമയത്ത് എനിക്ക് ആകെ കൂടുതൽ പ്രതീക്ഷ ഇതിൽ തോറ്റി ഞാൻ അവസാനം അടുത്തേക്ക് പോകാന്നുള്ളതാ. മനസ്സിലായോ? സിനിമ കണ്ടിട്ട് സിനിമയിൽ അഭിനയിക്കാം, അതൊരു ആഗ്രഹമായിട്ട് വരുന്ന കാലം മുതൽ അതൊരു 5ാം ക്ലാസ്സിലോ അതിന് മുന്നേയൊക്കെ സംഭവിച്ചിട്ടിരിക്കാം. സിനിമ കാണാൻ നമ്മളൊരു 3 വയസ്സൊക്കെ തുറന്നില്ലേ? 5ാം ക്ലാസ് 5ാം ക്ലാസ്സിൽ നമ്മൾ അതിനു മുന്നേ വേറെ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഡോക്ടറാവാൻ എഞ്ചിനീയറൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? അല്ല, പറഞ്ഞല്ലോ ഷൈൻ പറഞ്ഞതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നടനാകാൻ വേണ്ടിയാണ് നിങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയത്. കാരണം ഞാൻ വളർന്ന കാലഘട്ടത്തില് ദിലീപേട്ടൻ എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ടായി. ആ ആക്ടർ മഹിളാ ലക്ഷ്മിന് വനിതയിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയങ്ങളിലെ അഭിനേതാവാൻ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി അവന്റെ കൂടെ. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ കിട്ടിയോ? പിന്നെ എന്തെങ്കിലുമൊക്കെ വായിക്കണം. അല്ല, അപ്പൊ നമുക്ക് പുറത്തുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല. അതിനു മുന്നേ ഞാൻ നടനാകാൻ വേണ്ടി യുവജനോത്സവങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. ഏതായിട്ടാ മത്സരിക്കാത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ കഥകളിയും ഒക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നമ്മളിപ്പോ അവതരിപ്പിക്കുന്നത് നടനാവാൻ അല്ലെങ്കിൽ സ്കൂൾ യുവജനോത്സവ അരങ്ങിൽ നിന്ന് സിനിമയിലേക്ക് എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. എല്ലാ സിനിമയിലേക്കും എങ്ങനെ ആക്ടേഴ്സ് വന്നിരുന്നത്? സ്കൂളിൽ 10ാം ക്ലാസ് ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലായി നമ്മുടെ സംസ്ഥാനത്തെത്തിക്കില്ല. സംസ്ഥാനത്തെത്തിയാലും കാണുള്ളൂ. അല്ലാതെ പൊന്നാനി പോലെയുള്ള സ്ഥലത്തൊന്നും ഒരാളെ എങ്ങനെയാണ് ആക്ടർ വന്നത്? അപ്പോ കമൽ സാർ എന്ന് പറയുന്ന ആ വ്യക്തി മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെ +2 എക്സാമിന്റെ നമ്മള് പഠിക്കാൻ തരുന്നൊരു അവധി ഉണ്ടാവും. എക്സാമിന് മുന്നേ സ്റ്റഡി ലീവ് അല്ല പറയൂ, വേറൊരു പേര് പറയും. ആനുവൽ എക്സാമിന് മുന്നേ നമുക്ക് പഠിക്കാൻ തരുന്ന ഒരു സമയം. സ്റ്റഡി ലീവ് അല്ല, അത് വേറൊരു പേര്. അപ്പൊ ആ സമയത്ത് മമ്മി എന്റെ അടുത്ത് പറഞ്ഞു, അതായത് നീ ഇത് കഴിഞ്ഞാ നമ്മൾ എന്തെങ്കിലും തീരുമാനിക്കണല്ലോ. +2 വരെ പഠിക്കുന്നത് എന്തിനാ നമ്മൾ ഡിഗ്രിക്ക് പോകണം? അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. +2 വരെയാണ് ഒരാൾ ബേസിക്കായി പഠിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അയാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഫഷണൽ സ്റ്റഡീസ് ആണ്. എല്ലാവരും ഡിഗ്രിക്ക് പോകേണ്ട കാര്യമില്ല. ഇല്ല, അതാണ് നമ്മുടെ വേറൊരു പ്രശ്നം. അതിനുള്ളിൽ ആ വ്യക്തി തീരുമാനിക്കണം അവൻ എന്തിനോടാണ് താല്പര്യം, എന്തിനോടാണ് താല്പര്യമില്ലാത്തത്. അല്ലെങ്കിൽ എല്ലാവരും ഐ ടി പഠിക്കാൻ പോയി, എല്ലാവരും എഞ്ചിനീയറിംഗ് പോയി 40 സീറ്റുള്ള അല്ലെങ്കിൽ 40 സീറ്റ് മാത്രമുള്ള ജോലിക്ക് 4000 40 ലക്ഷം പിള്ളേരെയാണ് ഇവിടെ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് അല്ലേ? എന്തിനാ? അല്ല, എന്നാലും ചോദ്യങ്ങളൊക്കെ നമ്മളോടൊക്കെ ആയിരിക്കും അധികം ചോദിക്കണം. എന്തിനാ എങ്ങനെ പഠിക്കണം, കറക്റ്റിനെ കുറിച്ചിട്ട് ഇതൊന്നും അവരോട് ചോദിക്കണം. മനസ്സിലായില്ല, മനസ്സിലായിട്ടില്ലല്ലോ. അപ്പോ അങ്ങനെ അതെന്നെ പറയാൻ പറ്റില്ല എക്സാക്ട്ലി ക്ലൈമാക്സ് പറഞ്ഞു. അങ്ങനെ സാറിന്റെ അടുത്ത് പോയി നീ ചോദിച്ചു എന്തെങ്കിലും ജോലി കിട്ടുമോ, പടത്തില് വർക്ക് ചെയ്യാൻ അഭിനയിക്കാനല്ല, എന്തെങ്കിലും സാറ് വിചാരിച്ച ജോലി കിട്ടുമോ? കാരണം നീ പഠിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യണ കാര്യം അമ്മയ്ക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. മനസ്സിലായോ? എനിക്കും അത് ഏകദേശം ഉറപ്പായിരുന്നു.
കാരണം നമുക്ക് താല്പര്യമില്ല പുറത്തു പോകുന്ന ജോലികൾക്കും. ഇതാണ് അതിന്റെ ഉള്ളിലുള്ള പരിപാടികളും ഇങ്ങനെ അച്ഛനും മനസ്സിലാവുമല്ലോ ഒരു കുട്ടിയെ പറ്റി. അങ്ങനെ ഞാൻ അവസാനം കാണാനായിട്ട് വീട്ടിലെത്തി പറഞ്ഞു ഇവിടെ ലൊക്കേഷനിലാണ്. അങ്ങനെ ഞാൻ എറണാകുളത്തേക്ക് വേണ്ടി ഇവിടെ ഗോകുലം പാർക്കില് ഷൂട്ട് നടക്കാനും പറഞ്ഞു. ഇവിടെ നടക്കുമ്പോൾ അന്ന് ഗോകുലം പാർക്ക് മാത്രമുള്ള കല്ലൂര്. അപ്പൊ അവർ ഫോട്ടോ ചെയ്തു പോയി. അങ്ങനെ ഫോട്ടോസിൽ പോയി. ആദ്യമായിട്ടാണ് ഞാൻ ഫോട്ടോസിലേക്ക് പോകണം. അന്ന് ബസ്സിലാണ് ട്രാവൽ ചെയ്യാൻ. അങ്ങനെ ഫോട്ടോസിൽ ചെന്നപ്പോ ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് അപ്പുറത്തേക്ക് പോയല്ലോ വീണ്ടും ഗോകുല. അങ്ങനെ ഞാൻ ഇവിടെ എത്തി ഈ യൂണിറ്റ് ബസ് ഒക്കെ ഇടുന്ന സമാധാനമായി. ഷൂട്ടിംഗുകാരെ വണ്ടി മെയിൻ അതാണല്ലോ ടയർ. അങ്ങനെ ഞാൻ സ്റ്റെപ്സിലൂടെ മുകളിൽ കയറി അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന ഫ്ലോറിൽ എത്തിയപ്പോ പെട്ടെന്ന് എന്തോ ആൾക്കാരൊക്കെ ഉണ്ടാകണം നമുക്കൊന്നും മനസ്സിലാവില്ല. മനസ്സാരൊക്കെ നടന്നു വരുന്നുണ്ട്. പിന്നെ അവിടെ ലൈറ്റും കൂടുതലൊക്കെയാണ്. അപ്പൊ തന്നെ എന്റെ കയ്യിൽ പോയി മനസ്സിലായ ഇവിടെ അഭിനയിക്കാനായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഭിനയിക്കാനുള്ള ചാൻസ് ചോദിക്കണം ആണ് വരുന്നത്. പക്ഷെ നമുക്ക് നെഞ്ചൊരു കൂടുതൽ ലൊക്കേഷനിൽ അതിൽ ചെന്ന് കിട്ടുമ്പോൾ ഒരു വാക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സാറും കുട്ടികൾക്ക് ലിഫ്റ്റിലേക്ക് കയറി. അപ്പൊ ഞാൻ എന്റെ കൂടെ കയറി. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാന് ചേട്ടൻ പൊന്നാനിയിലുള്ള നീ എന്തിവിടെ സാറേ എനിക്ക് ആക്സിഡന്റാണ്. കാരണം ഞാൻ തീരുമാനിച്ചു ആക്ടിങ് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കൂല. എന്നെ കൊണ്ടൊന്നും ചെയ്യാനില്ല. സമയത്ത് അവിടെ +2 കാരനായി ഞാൻ ഇതൊന്നും ചെയ്യാൻ ഈ കുട്ടികൾക്കുള്ള ക്യാരക്ടർ ആണെങ്കിൽ തന്നെ അത് എല്ലാ പടങ്ങളിലും ഉണ്ടാവില്ലല്ലോ. ബുദ്ധിയല്ല അത് നിലനിൽക്കണം. ബുദ്ധിയുള്ളവൻ അങ്ങനെ തിങ്ക് ചെയ്ത് അങ്ങോട്ട് പോകില്ല. മനസ്സിലായോ? ഇറ്റ്സ് നമ്മള് മനസ്സിനെയാണ് ഫോളോ ചെയ്യേണ്ടത്, അല്ലാതെ ഹാർട്ടിനല്ല അല്ലെങ്കിൽ ബ്രെയിനിനല്ല എന്ന് പറയില്ലേ. ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാം ഇതേപോലെ ലോജിക്കലി അവൻ തിങ്ക് ചെയ്ത് പോകുള്ളൂ. മറ്റൊരു മനസ്സിലാകാൻ പോവുക. ഇതിന്റെ സിദ്ധനോട് പറയുന്നത് സിനിമ പോലെയല്ല, അതുപോലെ നടക്കില്ല ജീവിതത്തില്. ലോജിക്കലായിട്ട് ചിന്തിക്കണം. ഒരു പടത്തിൽ അഭിനയിക്കണം, അതിൽ നടനാവണം, പിന്നെ ആക്ടർ ആവണം, അതിൽ മെയിൻ ആക്ടർ ആവണം എന്നൊക്കെ പറയുന്നത് സ്വപ്നം പോലത്തെ പരിപാടി. ആക്ച്വലി ആക്ടറിന്റെ സംബന്ധിച്ചത് അതുകൊണ്ടാണ് ആക്ടേഴ്സ് എപ്പോഴും അവഹേളിക്കപ്പെടുകയും കാര്യമാക്കപ്പെടുകയും ചെയ്യുന്നത് എവിടെയും. അതുകൊണ്ട് തന്നെയാണ് ആരും ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം ഒരു ആക്ടർ ആയിട്ട് ചാൻസ് വെച്ച് വരുന്നതാണ് പൂച്ച. ടെക്നീഷ്യനാണ് മോളില് ആക്ടർ ആവുന്നത് വരെ അയാളുടെ ഡേറ്റിന് വേണ്ടി വരുന്നത് വരെ അഭിനയിക്കാൻ ചാൻസ് വെച്ച് വരുന്നതാണ് നമ്മൾ എന്ത് പറയും. പട്ടാന്ന് തന്നെ പറയാം. സംവിധായകനോ എഴുത്തുകാരനോ ഒരു സിനിമ തുടങ്ങാതിരിക്കാനൊന്നും പറ്റും. പക്ഷെ അസിസ്റ്റന്റുമായിട്ട് നമുക്ക് വിടാൻ പല അവസരം സ്ഥലം കൊടുക്കാം. പണ്ട് മമ്മൂട്ടി ചാൻസ് വെച്ച് നടക്കുന്ന സമയത്ത് കമൽസാർ അസിസ്റ്റന്റൊക്കെ ആകുമ്പോ ഞാൻ ആലോചിക്കാറുണ്ട് അവര്. ഈ സ്കൂൾ മറ്റേ നമ്മൾ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെന്റ് ഫസ്റ്റ് ദിവസം ഞാൻ വരുന്നു ജോയിൻ ചെയ്തു. സാറ് ചെറിയ പറഞ്ഞു 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അവകാശം ഉണ്ട്, എല്ലാ ലൈസൻസും കിട്ടും, കല്യാണം കഴിക്കാം അല്ലേ. ഇത് അതിനേക്കാൾ ചെറിയ ജോലിയല്ലേ. അപ്പൊ നമ്മള് ലൊക്കേഷനില്ല. സാറ് അപ്പൊ വന്ന് പറഞ്ഞു നീ അടുത്ത പടം ഷൂട്ടിംഗ് തുടങ്ങുമ്പോ വരാം. പിന്നെ അടുത്ത പടം ഷൂട്ടിംഗ് തുടങ്ങുന്ന പത്രത്തിലേക്ക് കുറിക്കുവാണല്ലേ കമൽ ചിത്രം തൃശ്ശൂർ ആരംഭിച്ചു. അത് കാണുന്നത് വരെ ഞാൻ നോക്കി, എല്ലാ ദിവസവും പത്രത്തിൽ നോക്കും. എല്ലാം വിളിച്ചു ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. കണ്ടോണ്ട് പിന്നെ സാറിനെ വിളിച്ച് ചോദിച്ചിട്ടില്ല. പിന്നെ അടുത്ത പടത്തില് വാടാന്നല്ല പറഞ്ഞത്. അടുത്ത ലൊക്കേഷനിൽ എത്തി ചോദിക്കാനും പോയില്ല. ചോദിച്ചാൽ ഇനി വേണ്ടെന്ന് പറയാ ഓപ്ഷൻസ് ലൊക്കേഷനിൽ എത്തിയപ്പോ ഷൂട്ടൊക്കെ തുടങ്ങി ഓൾറെഡി. അവിടെ എന്താ ചെയ്യണമെന്ന് അറിയില്ല. അസിസ്റ്റന്റ് വലിയതായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് എന്താ കറക്റ്റ് പണി കണ്ടിന്യൂ ഒക്കെ പുസ്തകം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അറിയില്ല നമുക്ക്. അന്ന് ഞാൻ എന്റെ കിളി വേണ്ടും അടുത്തൊന്നും സംസാരിക്കുമ്പോ കൈ നോക്കി പറയാ. മനസ്സിലായി? ഞാൻ വിചാരിക്കുന്നത് എല്ലാം ഒരേ സമയത്ത് നടന്ന പരിപാടിയാണെന്നാ. ക്ലോസ് എടുക്കുമ്പോ അയാൾ മാത്രം ഉണ്ടാവുക, നമ്മുടെ ഫേസ് മാത്രം സ്ക്രീൻ ഉണ്ടാകുമ്പോ ബാക്കി ചുറ്റുള്ളവരുണ്ടാവില്ല. അയാൾ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവും. ഇതൊക്കെ അതിന്റെ ഒരു സാധാരണ ഞാൻ അതിൽ ഷോട്ടുകളൊന്നും പണ്ട് കണ്ടിട്ടില്ല. പടം കാണുമ്പോ ഒരു സിനിമ കാണുമ്പോ തുടക്കം വരെ അവസാനം വരെ ഒഴുകി പോകുന്ന സാധനം വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഷോട്ടുകളാണെന്ന് മനസ്സിലായത് അല്ല. അപ്പൊ ഈ ഷോട്ടുകൾ എങ്ങനെയാണ് എടുക്കണെന്നുള്ളതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു ആക്ടർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് അതൊന്ന് ഗ്രാജുവലി മനസ്സിലാക്കാം. ഇതൊക്കെ തന്നെയാണ് എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും. അപ്പൊ സുഖീത് നമ്മളെ ഓർഡിനറി. അപ്പൊ പുള്ളിനായിട്ട് ഞാൻ ഏകദേശം +2 കഴിഞ്ഞ് വരുന്ന പയ്യനാണല്ലോ.
അവിടെ ഡിഗ്രിക്കാരുടെ കോളേജ് കഥയല്ലേ. കാശിക്കായിട്ട് അപ്പൊ കാണുമ്പോ എന്നെ ഒരു ജൂനിയേഴ്സിറ്റി ഒരു പയ്യനായിട്ട് തോന്നുള്ളൂ. അപ്പൊ സുഹീത് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു ഞാൻ നടക്കും. അങ്ങനെ 2 ദിവസം ഞാൻ അങ്ങോട്ട് കിടക്കുക ഇങ്ങോട്ട് കിടക്കുക ഇങ്ങോട്ട് കിടക്കുക. ഞാൻ ജസ്റ്റ് പരിപാടി ഇതായില്ല. അതായത് നമ്മൾ അറിയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സാറിതൊന്നും അറിയുന്നില്ല. ഞാൻ സാറിനെ ജോയിൻ ചെയ്തെന്ന് അറിയുന്നില്ല. സാറ് പറഞ്ഞിട്ടില്ല. സാറ് പറയും എന്തിനാ അറിയിക്കണം, അടുത്ത പടത്തിൽ വരാനല്ലേ പറയണം. ഇത്ര വലിയ ആൾക്കാർ അടുത്ത പടത്തിൽ വരാൻ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് സംശയിക്കേണ്ട കാര്യമല്ലോ. പിന്നെ നമ്മൾ വേറെ ആരും ചോദിക്കണ്ടല്ലോ. പിന്നെ ഞാൻ ലൊക്കേഷനിൽ വന്ന് ഈ പരിപാടികളൊക്കെ ചെയ്യുമ്പോ ആരും തടുക്കുന്നില്ല. അതെ, മനസ്സിലായോ? അവര് വിചാരിക്കുന്ന പൈസ കൊടുക്കുന്ന ജൂനിയർ അല്ലേ ഇപ്പൊ കമൽ സാറും അസിസ്റ്റന്റായിട്ട് പറഞ്ഞപ്പോ ഞാൻ ചെന്നിട്ടുണ്ടാവും കൂട്ടത്തില്. എന്നോട് മാറിക്കാൻ പറയില്ല, കാരണം ലൊക്കേഷനില്ല, എല്ലാവരും വന്നിട്ടില്ലേ. ഇതെന്നാ തിരിച്ചറിഞ്ഞു? തിരിച്ചറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സുഖേട്ടാ ഇതൊക്കെ അസിസ്റ്റന്റായിട്ട് നീയാണ് അസിസ്റ്റന്റ് സംസാരം നീയാണല്ലോ അസിസ്റ്റന്റ് പിന്നെ ഞങ്ങളോട് പറഞ്ഞല്ലോ ചേട്ടൻ ഇങ്ങനെ പറയാൻ നടക്കണേന്ന് പറഞ്ഞു. 3 ദിവസം. കാരണം ഇത് ഡയറക്ടർ എടുത്ത് എത്തുമ്പോഴേക്കും സമയം എടുക്കും, 3 ദിവസമൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷങ്ങൾ കമൽ സാറിന്റെ കൂടെ നിന്നിട്ട് ഗതാമയിലൂടെയാണ് ഷൈൻ വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചിലരൊക്കെ പറയാറുണ്ട് അജു ഭാഗ്യമാണ് സിനിമയിൽ വേണ്ടത്, ഭാഗ്യം ഒക്കെ ചിലർ പറയും കഴിവ് വേണം, ചിലർ പറയും ഭാഗ്യവും വേണം കഴിവും വേണം. ഭാഗ്യം കഴിവല്ല വേണ്ടത്, നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കണം. ഞാനിപ്പോ ഇത് റോള് കിട്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? നടക്കില്ല. എന്താ ചെയ്യേണ്ടത്? ശ്രമം വേണമെന്ന് പറയും, ഡെഫിനറ്റ്ലി ശ്രമം. പക്ഷെ ഭാഗ്യം വരണമെങ്കിൽ ട്രൈ യോഗം ചെയ്യുക. ഞങ്ങളും പറയാമെന്ന് തോന്നുന്നു അല്ലേ? യോഗമല്ല, നമ്മൾ ടോസ് ഇടണ്ടേ. ഭാഗ്യമാണ് ടോസ്, നമ്മൾ ടോസ് ഇടും. അതിന് മുന്നേ ആക്ടിവിറ്റി നടക്കണ്ടേ. ഇപ്പം ഞാൻ പറയും, ഇപ്പം ഒളിമ്പിക്സിലാണ് എന്തൊരു ഒരു ഭാഗ്യവും ഭാഗ്യക്കേടും. അതിന്റെ പ്രീ ക്വാർട്ടേഴ്സിൽ 2 ഇന്ത്യക്കാർ ബാഡ്മിന്റൺ കളിക്കും അങ്ങോട്ട് പോയി ഒളിമ്പിക്സ്. അതായത് എങ്ങനെ വന്നാലും ഒരു ഇന്ത്യ പോകും. അതെന്തോ അറിയില്ല. അങ്ങനെ കളിച്ചത് നമ്മുടെ പ്രണവ് എന്ന് പറഞ്ഞാണ്. 2 പേര് ബാഡ്മിന്റൺ സിംഗിൾസ്. അല്ല, ഈ ഭാഗ്യം എന്ന് പറയുന്നത് നടക്കണമെങ്കിൽ നമ്മള് പരിശ്രമം വേണം. അവിടെ പരിശ്രമം മസ്റ്റ് വേണം. ശ്രമങ്ങൾ ഉണ്ടായാലാണ് അത് നടക്കുള്ളൂ. തോൽവി വിജയം എന്തായാലും. ഒരുപാട് പേരിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഏത് ഭാഷയിലായിക്കോട്ടെ സിനിമയിലേക്ക് വരിക അല്ലെ, സിനിമയിലേക്ക് മുഖം കാണിക്കുക എന്നൊക്കെയുള്ളതാണ്. അപ്പൊ ഒരുപാട് പേര് ഇതിന് ശ്രമിച്ചിട്ട് വിഷമിച്ച് പിന്മാറുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്ത് പറയും ഭാഗ്യം ഉണ്ടാവണം എന്ന്, ചിലത് പറയും കഴിവുണ്ടാവണം. ഭാഗ്യം ഉണ്ടാവാന്നല്ല, അത് യോഗം എങ്ങനെ വെറുതെ ആളല്ലല്ലോ. ഞാൻ സിനിമ സംവിധായകൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി നടൻ എന്റെ മനസ്സിൽ പോലും ഇല്ല. എന്നാൽ എനിക്ക് ഇന്ന് അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ചേച്ചി സംവിധായകൻ എന്ന റോളിലേക്ക് ഷിഫ്റ്റ് ഇല്ല. അപ്പൊ അജു വർഗീസ് സംവിധാനം ഞങ്ങൾ പ്രതീക്ഷിക്കില്ല. കാര്യം ഇന്ന് ഞാൻ മനസ്സിലായി, ഇതാണ് എനിക്ക് നമ്മളൊരിക്കലും ആ ടെക്നിക്ക് അറിയുന്നോണ്ടോ. ഇത്രയും ഇപ്പൊ ഞാൻ പറയട്ടെ, അങ്ങനെ ഷിഫ്റ്റ് ഇല്ല ശ്രദ്ധിക്കാൻ ചോദിക്കട്ടെ. ഇപ്പൊ ചിലർ പറയും സംവിധായകന്റെ കയ്യിലെ ടൂളാണ് നടൻ എന്ന് പറയുന്നത്, അതായത് ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് പറയും. അപ്പൊ നിങ്ങൾ അങ്ങനെയാണോ അതോ അങ്ങനെ തന്നെയാണ്? അങ്ങനെ അല്ലാത്തവരുണ്ട്. ഇപ്പൊ ലാലേട്ടനെയൊക്കെ നമ്മൾ പറയുന്നത് ആക്ടർ എന്ന് പറയില്ല. ഡയറക്ടേഴ്സ് 100% ഡയറക്ടേഴ്സ് ആക്ടർ വളരെ പ്രൊഫഷണൽ. ഒരു മടി കൂടാതെ ഒരു ഈഗോ കൂടാതെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നടനാണെന്നോ, ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ രണ്ടുമാണ്, ബെസ്റ്റ് ആക്ടറുമാണ്. ഇവര് 2 പേരും ലാൽസാർ മാത്രമല്ല, സീനിയർ ആക്ടേഴ്സ് എല്ലാവരും റീടേക്സിന് നിന്ന് കൊടുക്കുന്നത്. ഞാൻ കാര്യല്ലോ അല്ല, നമ്മളിവിടെ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അജു നമ്മൾ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നതിന് മുമ്പേ പറയുണ്ടായി ഷൈന്റെ കൂടെ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത്. എനിക്ക് എപ്പോഴും ഷൈന്റെ ഇന്റർവ്യൂ, ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഷൈന്റെ ഇന്റർവ്യൂ ചെയ്തത്. എനിക്കെപ്പോഴും ഷൈന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ തോന്നുന്നത് വളരെ ലോജിക്കായിട്ടും പുള്ളിക്ക് പറയാനുള്ള കാര്യം പുള്ളി വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ്, പക്ഷെ അത് നയതന്ത്രപരമായിട്ടാണ് പുള്ളി അത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ വ്യത്യാസമായിട്ടാണ്. അതായത് ഷൈന് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാം. ഇപ്പൊ ഞാനും 10-16 വർഷമായിട്ട് ഇപ്പൊ ഷൈൻ പറഞ്ഞു ഈ ജോലിയിൽ പലരെയും കാണുന്നത്, പക്ഷെ ആള് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ലോജിക്കുണ്ട്. ആൾക്ക് പറയേണ്ടതെല്ലാം പറഞ്ഞു വെക്കുകയും ചെയ്യും. അങ്ങനെ
പിന്നെ നയതന്ത്രം എന്ന് പറഞ്ഞാൽ നയതന്ത്രം അത് വളരെ ഇപ്പൊ ചിലപ്പോ തമാശയായിട്ടായിരിക്കും ഷൈൻ തമാശയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ അത്. അല്ലെങ്കിൽ ആരെങ്കിലും കേൾക്കില്ല. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കുമ്പോ വിഷമം തോന്നാറുണ്ട്. ഇല്ല, അവര് അതറിയാത്ത കാരണല്ലേ. അപ്പൊ നമ്മൾ ക്ഷമിക്കല്ലേ വേണ്ടത് അറിയണമെങ്കിൽ. അച്ഛൻ എങ്ങനെ തോന്നാറില്ല ഇന്റർവ്യൂ കാണുമ്പോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില ഉത്തരങ്ങൾ. അതെ, മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഇത്രാമത്തെ തുള്ളി ഉള്ളത്തിലാണ് അതെ, മമ്മൂക്ക പോലും പാവത്തി ചിരിച്ചു. ഭയങ്കര ചോദ്യമില്ലേ. പിന്നെ ഈ ബൈബിൾ ആണോ മദ്യമാണോ കൂടുതൽ തെളിയുന്നത്. അപ്പം പിന്നെ ഈ പോയി വന്നു എന്നൊക്കെ പറഞ്ഞ കളിച്ച് ഇതിന്റെ അപ്പുറത്തെ സ്റ്റേജിന്റേതായ ഒരു ഫിലോസഫി കുറെ ഉണ്ട്. അതൊക്കെ ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ പുള്ളി ഇങ്ങനെ ഇളകി പുള്ളി പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ നമ്മളെ ഇളകി പുള്ളിക്കിട്ടാണ് സാധാരണ സംസാരിക്കുക. അതുകൊണ്ടാണ് ശ്രദ്ധ വരുന്നത്. പുള്ളിപ്പോ മര്യാദക്കിരുന്ന് എനിക്ക് ഇങ്ങനെ പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഇന്റർവ്യൂ ഷൈൻ അങ്ങനെ എങ്ങനെ പറയുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എങ്ങനെ അനങ്ങാതൊക്കെ എങ്ങനെ ആയിരിക്കും അറിയാൻ ആഗ്രഹം തുടക്കത്തിൽ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഷൈൻ. എങ്ങനെയാണ് ഷൈൻ അങ്ങനത്തെ ഒരു ഷൈനിൽ നിന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെയാണ് നല്ലത് ഷൈൻ ചെയ്തു? അതുകൊണ്ടല്ല ഇപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് തിരിച്ചു വീഴുന്നത്? മലർന്നല്ലേ, പിന്നെ കമിഴുന്നു, എഴയുന്നു, നിൽക്കുന്നു, നടക്കുന്നു, ഓടുന്നു, പിന്നെ വീണ്ടും എടുക്കുന്നു അല്ലേ? ഇത് ഭയങ്കര ചേഞ്ചല്ലേ? അത്രയും ചേഞ്ചല്ലേ? ഇല്ല ഇല്ല ഇല്ല. അതെ 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 ചോദിക്കാനില്ല. അതെ, ഒന്നും ഞങ്ങൾക്ക് ഇനി ഒന്നും ചോദിക്കാനില്ല. അയ്യോ, അപ്പൊ അജുവിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അജു നെഗറ്റീവ് ഷെയ്ഡ്സ് ഇപ്പം ഷെയ്നിക്കാണെങ്കിൽ വരുന്ന കഥാപാത്രങ്ങളെല്ലാം നെഗറ്റീവ് കണ്ട നെഗറ്റീവ് എന്തുകൊണ്ട് വേറെ എവിടെയും നമുക്ക് സ്വന്തമായിട്ട് അത് അവതരിപ്പിക്കാൻ പറ്റുമല്ലോ. ജീവിതത്തിൽ അവരുടെ അടിയിട്ടില്ലേ? അതും മറ്റേ സിനിമ ഇതൊക്കെ നമ്മുടെ നാട്ടിലെല്ലാരും ചെയ്യണ കാര്യമാണ്. എല്ലാരും ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ കാണാൻ പിള്ളേര് പോകാനിരിക്കുമ്പോ കാണിക്കുന്നതൊക്കെ ഇത് തന്നെയല്ലേ. അതൊക്കെ തന്നെ സമ്മതിക്കുന്ന വിഷയം. അപ്പൊ നെഗറ്റീവ് ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നതല്ല, നമുക്ക് കൂടുതലായി പെർഫോം ചെയ്യാൻ തരുന്നുണ്ടാവും. സാധിക്കും. പ്രണയം ചെയ്യാൻ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രണയം ചെയ്യാൻ. കാരണം നമ്മൾ ആരും കാണിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ചെയ്യേണ്ടി വരും എല്ലാവരും മുന്നിൽ വെച്ചിട്ട്. അങ്ങനെയാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നെഗറ്റീവ് ഷെയ്ഡ്സിൽ കണ്ടില്ലേ കുറെ പേര് നമ്മള് റിയൽ ലൈഫിൽ സിനിമ പോലൊന്നും ചെയ്യില്ലല്ലോ. പിന്നെ എടുക്കോ അതൊന്നുമില്ല. അപ്പൊ അത് സിനിമയ്ക്ക് കുറച്ച് ഡ്രാമ വേണം, എന്നാലാണ് ആ ലൈഫ് ഇത് വരിക. അപ്പൊ അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ചമ്മലൊക്കെ വരും. ചെയ്ത് പോകത്തുള്ളൂ. അങ്ങനെ ചെയ്ത് പോകാൻ നമുക്ക് കിട്ടാറില്ല. ഈ ഇപ്പം നെഗറ്റീവ് ഷെയ്ഡ്സ് ആദ്യം നെഗറ്റീവ് ഷെയ്ഡ്സ് അധികം ചെയ്ത് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പം ഷെയ്ൻ പറഞ്ഞു പെർഫോം ചെയ്യാൻ കൂടുതൽ ഇഷ്ടമുള്ളത്? കുറെ പേര് അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അധികം നെഗറ്റീവ് ഷെയ്ഡ്? മനഃപൂർവ്വം ചെയ്തതെന്നാണല്ലോ എപ്പോഴും അടുത്തൊരു വേഷം കിട്ടുന്നത്. കോമഡി ചെയ്യുന്നത് കൊണ്ടാണ് അതിന്റെ കൂടുതൽ തരുന്നത്. നെഗറ്റീവ് ചെയ്യുക എന്നുള്ളത് ആരെങ്കിലും ചെയ്യിപ്പിച്ച് തുടങ്ങിയ ചെയ്യില്ലാന്നൊന്നും ഞാൻ വെച്ചിട്ടില്ല. അപ്പൊ ആടി കപ്പിയാരെ, കൂട്ടമണി, ആട്, മറ്റേ ജയസൂര്യ ചേട്ടന്റെ പടം, ഇത് കുറെ സെക്കൻഡ് പാർട്സ് വരാനിരിക്കുന്നു. അപ്പൊ അജുവിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നതിൽ ഏതായിരുന്നു? സെക്കൻഡ് പാർട്ട് ഒരിക്കലും എക്സൈറ്റ് ആയിരുന്നു. ആടി കപ്പിയാരാണെങ്കിലും ചെയ്ത് കഴിഞ്ഞത്. എന്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞു? ആ സമയത്ത് ത്രില്ല് കഴിഞ്ഞു, ആവേശം ചെയ്തു. വലിച്ചു നീട്ടുക എന്നുള്ളത് ഇവിടെ പേഴ്സണലി യോജിപ്പില്ല. പിന്നെ നാച്ചുറലി സിനിമയാണ് ചെന്ന് പോരാ, നമ്മുടെ ക്യാരക്ടറിന് ബാലമാവേണ്ടി അവസ്ഥ ഉണ്ടാകും. പക്ഷെ അന്ന് ചിലപ്പോൾ നമ്മൾ പഠിക്കാത്ത കുറെ കാര്യങ്ങൾ മണ്ടത്തരമായിരുന്നു ആ കഥാപാത്രത്തിൽ ഭാഗമായിട്ട് ചേഷ്ടകളിൽ. ഇന്ന് ചിലപ്പോൾ നമ്മൾ അതിന് കുറച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അന്ന് ചെയ്ത തെറ്റുകൾ പിന്നെ ചെയ്യില്ല. പക്ഷെ അന്ന് ചെയ്ത തെറ്റുകളായിരുന്നു ആ ക്യാരക്ടർ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോ നമുക്കത് അറിഞ്ഞോണ്ട് തെറ്റിയ പറ്റില്ല. ചിലർക്ക് പറ്റൂട്ടോ, മനസ്സിൽ കഥാപാത്രം ആവാഹിച്ച് ബിലീവ് ചെയ്ത് ചെയ്യുന്നവർക്ക് അത് പറ്റും. ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്ത് പരിചയമുണ്ടാവും. അത് വേണം. Actor should do and go through always.
പറയുകയാണെങ്കിൽ തമിഴ് വിജയ്, നാനി, ഇനിയിപ്പം വരാൻ ഞാനി തെലുങ്കാണ്. അതാ പറഞ്ഞത് എല്ലാ ഭാഷ മലയാളമൊക്കെ കടന്നുപോയി. എന്തുകൊണ്ട് അജു ഇപ്പോഴും മലയാളം എന്ന് പറഞ്ഞ ഒരു ഇതിൽ തന്നെ? ഇപ്പോഴാണ് ഞാൻ ശ്രമം തുടങ്ങിയത്. നമ്മുടെ സിനിമ കണ്ടു തുടങ്ങിയത് ഇപ്പോഴാണല്ലോ, കോവിഡിന് ശേഷമാണല്ലോ മുഴുവനായിട്ട് കണ്ടു തുടങ്ങിയല്ല, കുറച്ചും കൂടി പോപ്പുലർ ആയി തുടങ്ങി മലയാള സിനിമ നോർത്ത് ഇന്ത്യയിൽ പോലും അല്ലേ. അപ്പൊ ഇപ്പൊ ഞാൻ അവസരം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. ഷൂട്ട് തുടങ്ങി. ഏത് ഭാഷ? തമിഴ്. ആദ്യം തന്നെ പറയുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ഈ ദളപതിയുടെ ബീസിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ്? അപ്പൊ ഈ നമ്മുടെ ഭാഷയിൽ ഇപ്പൊ തമിഴ്, തെലുങ്ക്, ഇനിയിപ്പോ ജൂനിയർ NTRന്റെ കൂടെ തെലുങ്ക്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഭാഷയിലേക്ക് പോകുമ്പോൾ മലയാളത്തിൽ നിന്ന് ഒരു വ്യത്യാസം ഷൈന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ? നമുക്ക് ഒരുപാട് കാലം ക്യാരക്ടറൊക്കെ ചെയ്യണം. നമ്മളിവിടെ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന നമ്മളിവിടെ 1 വർഷമൊക്കെ എടുത്തിട്ടാണ് ചെയ്യണം. അവർക്ക് ഷെഡ്യൂൾ അതിൽ ചെയ്യാൻ പറ്റും. 3 ദിവസം, 2 ദിവസം, 1 ദിവസം, 4 ദിവസം മെയിൻറ്റെയിൻ ചെയ്യണം. 1 വർഷമായിട്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞില്ല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ല ഈ ഇപ്പൊ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള ഈ സമയങ്ങളിലൊക്കെ ആ കണ്ടിന്യൂറ്റിയിലേക്ക് എത്തും വേണം. ഇവിടെ വ്യത്യസ്തമായി ചെയ്യും വേണം. ഇത് നടന്നാൽ ബുദ്ധിമുട്ടില്ല, ഏതെങ്കിലും നടക്കാതെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ലാഗ് വരുമ്പോഴാണ്. തമിഴ് സിനിമയിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? കഥ പറയാൻ ക്ലൈമാക്സ് ക്ലൈമാക്സ് ഞങ്ങൾ ചോദിക്കുന്നില്ല. ചെറിയ ക്യാരക്ടർ റോൾസ് രണ്ടെണ്ണം. റാംസാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഒരു സിനിമ ഡയറക്ടർ, പേരെന്തൊക്കെ ചെയ്ത്. പിന്നെ ഒരാൾ സിനിമ മമ്മൂക്കയുടെ കൂടെയും ദുൽഖറിന്റെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു അവർ തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി അല്ലെങ്കിൽ അവരച്ഛനും പോലും നമുക്ക് എല്ലാവർക്കും അറിയില്ല അല്ലേ? നമുക്ക് വ്യത്യസ്തമായ ചുറ്റുപാടുള്ള സിനിമയിലേക്ക് എത്തുകയും ഈ പൊസിഷനിലെത്തും. അതിലും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് സിനിമയിലേക്ക് എത്തുന്നത് അല്ലേ? സിമിലാരിറ്റി അല്ല, വ്യത്യാസം. സിമിലാരിറ്റി അവരച്ഛനും മോനും സിമിലാരിറ്റീസ് ഉള്ളൂ. എല്ലാം ഉണ്ടാവാൻ പാടുള്ളൂ. സിനിമയെ നമുക്ക് സമീപിക്കുന്നതും ദുൽഖർ സമീപിക്കുന്നതും ഒരേപോലെ അല്ല. അതല്ല ഞാൻ പറഞ്ഞ നേരത്തെ. എനിക്ക് തോന്നിയത് നമുക്ക് തോന്നുന്ന കാര്യമില്ല. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കി പറയാതിരിക്കാന്നുള്ളത്. നമുക്ക് എങ്ങനെയാ സിനിമയിലെത്തിയെന്ന് അറിയില്ലേ? എങ്ങനെയാണ് സിനിമയെ കൊണ്ടു നടക്കണമെന്ന് അറിയില്ലേ? അതേപോലെയാണ് ബാക്കി എല്ലാവരും. എന്താണ് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർ സിനിമ ചിലപ്പോ ഒരു വെക്കേഷൻ ടൂറൊക്കെ അടിച്ചിട്ടേ വരുമോ അല്ലേ? നമുക്ക് ഒരു പടം വിട്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം അടുത്ത ലൊക്കേഷനിലേക്കാണ് പോകണം അല്ലേ? എങ്ങനെ തികച്ചും വ്യത്യസ്തമായ അടുത്ത ക്യാരക്ടർ ചെയ്യാം, എങ്ങനെ അതിലേക്ക് ക്യാരക്ടർ ഡീറ്റെയിൽസ് കൊണ്ടുവരാം, അതൊക്കെയാണ് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാക്കിയിട്ട് കാര്യമില്ല. വളരെ വിലോലമായിട്ടുള്ള ഞാനാണോ അങ്ങനെയുള്ള ശൈലി. ഇപ്പൊ നമ്മളെല്ലാരും കലാകാരന്മാരാണ്, ഇമോഷൻസ് ഉള്ളവരാണ്. എങ്ങനെയാണ് സൗഹൃദങ്ങളെ കൊണ്ടു നടക്കുന്നില്ല? ഇവിടെ വരിക അതുകൊണ്ട് സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സിനിമയിലല്ല മനുഷ്യ ജീവിതം ഞങ്ങളുടെ സിനിമയുള്ളപ്പോ കുട്ടികളുടെ ജീവിതം നമ്മൾ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കണം. കൂട്ടുകാരുണ്ടാകുമ്പോ കുട്ടിക്കാലത്ത് സ്കൂളില് ഇവിടെ വരുന്ന കൂട്ടുകൂടി ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ആണ് അല്ല? അപ്പൊ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാവുള്ളൂ. അതെന്നെ പറഞ്ഞ കൂട്ടുകൂടി ഇഷ്ടമുള്ളത് ചെയ്യാൻ വരുന്നവർ അല്ലേ? അതിന്റെ അർത്ഥം എന്താ? അഭിനയിക്കാൻ വരാ അല്ലേ? മനസ്സിലാവണല്ലോ. ഇത് ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമല്ല. തലയൊന്നും ആലോചിച്ചാൽ മതി. അങ്ങനെ സൗഹൃദങ്ങളൊന്നും ഇല്ല നമുക്ക്. നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ആളുകൾ അവരെ അങ്ങനെ തന്നെയാണ്. സിനിമയ്ക്ക് എല്ലാവരും സുഹൃത്താണ്.
സിനിമയ്ക്ക് പുറത്തും അങ്ങനെ തന്നെ. എനിക്കങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. സത്യം നിന്ന് മനസ്സിലാക്കിയല്ലേ അല്ല നമുക്കൊക്കെ എനിക്കൊക്കെ നല്ല കാര്യമാണ്. ഞങ്ങളൊക്കെ സുഹൃത്തുക്കളുണ്ട്, നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരിക, നമ്മളൊപ്പം നമ്മുടെ നല്ല മൊമെന്റ്സ്. ചിലപ്പോ കൂട്ടുകാരെന്ന് മോശം രീതിയിൽ കൂട്ടുകാരെ നമുക്ക് മോശവും നല്ലതൊന്നും പറയാൻ പാടില്ല, വേർതിരിക്കാനും പാടില്ല. അപ്പൊ അവൻ നമ്മൾ ജോലിക്കാതെ പറയുന്നതായിരിക്കും. അതൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് എന്നാ അവരിൽ മാത്രം ഡിപ്പെൻഡ്. ഇപ്പം മമ്മൂക്കയുടെ ദുൽഖറിന്റെ കാര്യം പറഞ്ഞോന്ന് ഞാൻ ചോദിക്കട്ടെ, വിനീതന്റെ കൂടെയും ധ്യാനിന്റെ കൂടെയും ഭയങ്കര നമുക്ക് എപ്പോഴും കാണുമ്പോൾ തോന്നി നിങ്ങൾ ഭയങ്കര സൗഹൃദം ഉള്ളവരായിരുന്നു. കാണുമ്പോൾ അങ്ങനെ തന്നെയാണ്. അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ രണ്ടുപേരുടെ സംവിധാനത്തിലും അജു അഭിനയിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെയാണ് അവർ തമ്മിൽ എന്താണ് വ്യത്യാസം? ഇനിയിപ്പോ സിമിലാരിറ്റി ഞാൻ ചോദിക്കുന്നത്, വ്യത്യാസം എന്താണ്? ഇന്റർവ്യൂയിലൂടെ എല്ലാവർക്കും അറിയാമോ, രണ്ടും രണ്ട് ദിശയിൽ നിൽക്കുന്ന ആൾക്കാർ, ധ്രുവത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ്. ആ വ്യത്യാസം അവരുടെ സമീപനത്തിലുണ്ട്. സംവിധാനത്തിൽ ധ്യാൻ കുറച്ചും കൂടി ആ നിമിഷം ജീവിക്കുന്ന ആളാണ്. വിനീത് കുറച്ചും കൂടി നേരത്തെ പ്ലാൻ ചെയ്ത മൂത്ത മക്കളുടെ ഒരു ബാധ്യതയാണ്. മൂത്ത മോനാണ് അവിടെ എവിഡന്റ് ആയിട്ടുള്ളത്. വിനീത് ഹാർഡ് ഹോംവർക്ക് ചെയ്തിട്ടാണ് കുറച്ചും കൂടി വരുന്നത്. ഞാൻ കുറച്ചുകൂടി മനസ്സിലുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നതും ഒക്കെ ആ മൊമെന്റിലായിരിക്കും പറയുന്നത്. രണ്ടും രണ്ട് പ്രോസസ്സാണ്. നമുക്ക് ഏത് ശരിയായി തെറ്റെന്നും പറയാം. ഞാൻ രണ്ടും എൻജോയ് ചെയ്യാം. പ്രൊഡ്യൂസറിന് കുറച്ചും കൂടി രണ്ടാമത്തെ പാടായിരിക്കും. അപ്പൊ പറയുന്ന കാര്യം നിങ്ങൾ പ്രൊഡ്യൂസർ സിനിമ ആയിരുന്നല്ലോ. അതാണ് അങ്ങനെ പറഞ്ഞത്. ഈ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കൂടെ അഭിനയിച്ച ചിന്നു ചന്ദ്രയുടെ സിനിമകളൊക്കെ എടുക്കാൻ ചിന്നുന്റെ ഒരു പൊളിറ്റിക്കലി കുറച്ച് കറക്റ്റ് ആയിട്ടുള്ള സിനിമകളൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കാറുണ്ടോ കഥാപാത്രങ്ങൾ വരുമ്പോ? സംസാരിക്കുന്നതിനെ കുറിച്ച് കഥാപാത്രം 100% ചെറ്റയാണെങ്കിൽ അയാൾക്ക് എന്തും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവാം. എന്നാൽ കഥാപാത്രം ആ ചെയ്യുന്ന പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ കാര്യം നീതി എന്താ പറയാ, അതാണ് അതിന്റെ റൈറ്റ് വെറുതെ രാവണനെ പോലെ പെരുമാറിയ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അല്ലേ? രാവണനെ പോലെ പെരുമാറും. രാമനെ പോലെ രാവണൻ അവസാനം നല്ലവനാവില്ല. അപ്പൊ പിന്നെ എന്താ അവസ്ഥ? അതേ ഉള്ളൂ. ഇപ്പൊ പല ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോ നമ്മള് പറഞ്ഞ പോലെ ഷൈനെ പലരും വിമർശിക്കാറുണ്ട്. പക്ഷെ ഷൈന്റെ കൂടെ വർക്ക് ചെയ്ത സംവിധായകരും പ്രൊഡ്യൂസർ ഇപ്പൊ സാൻഡ്ര ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും BKPയോട് സംസാരിക്കുമ്പോഴും ഒക്കെ പറയാറുണ്ട്, ഷൈൻ സെറ്റിൽ അങ്ങനത്തെ ഒരു ആളെ അല്ല, വളരെ കൃത്യമായിട്ട് വരികയും വളരെ എല്ലാ ജോലി ഇപ്പൊ സാൻഡ്രക്ക് ഭയങ്കര നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നു ഈ പറയുന്ന കാരണം നമ്മൾ തെറ്റിദ്ധരിച്ചു ഒരിക്കലും പറഞ്ഞത് ആ നല്ലൊരു കാര്യത്തിനാണ് പറഞ്ഞത്. അങ്ങനെ ഇല്ല, ഇന്റർവ്യൂ കണ്ടിട്ട് ഷൈൻ കൃത്യസമയത്ത് വരാതിരിക്കുന്നു അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഒരിക്കലും ഒരിക്കലും. അപ്പൊ അവര് ഭയങ്കര സന്തോഷമുള്ള കാര്യം പ്രൊഡ്യൂസേഴ്സ് പറയുമ്പോഴോ? പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞെന്നാണ് അതെ, അതല്ലേ വേണ്ടുന്നതും. കാരണം സെറ്റിൽ നമ്മുടെ ജോലിയിൽ അല്ല ഷൈന്റെ പ്രശ്നമില്ല, ഞങ്ങളുടെ എല്ലാ പ്രശ്നവും. അങ്ങനെ സാന്ദ്രയും BKP ഒക്കെ പറഞ്ഞതിൽ സന്തോഷം ഷൈനോട്ട് പങ്കുവച്ചു. എടുത്തു സന്തോഷം എടുത്തില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ താനാര എന്ന സിനിമയിൽ എനിക്ക് ഇപ്പൊ തന്നെ എങ്ങനെയായിരുന്നായിരിക്കും അജു ആ സെറ്റില് ഭയങ്കര രസമായിരിക്കും പറഞ്ഞു. കാരണം കുറച്ച് കാര്യങ്ങൾ വലിയ ഉള്ളതാണ്. വീടിന്റെ അകത്താണ് കുറെ സീക്വൻസുകൾ ഇതിന്റെ ഫണ്ണിൽ കാണുക എന്നുള്ളതുണ്ട്. എനിക്കത് പറ്റാറുണ്ട്. അതാണല്ലോ വേണ്ടത് അല്ലേ? നമ്മൾ എങ്ങനെയാണ് പറയാറുണ്ട്. തമാശ പറഞ്ഞ് രസകരമായി മുന്നോട്ട് പോകാനാ ചില സമയങ്ങളിൽ. ഇപ്പൊ നേരത്തെ ഒരു ഇന്റർവ്യൂ ശൈലിയായിട്ടല്ലേ ഇരിക്കോ എന്ന് മാറിയിരുന്നു. അത് തമാശയുടെ ഭാഗത്തില്ല. അപ്പൊ താനാരുടെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് അർജുനും ഷൈനും എന്താണ് പറയുന്നത്? ഒന്നും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്.
കൺഫ്യൂഷൻ തോന്നും. തീർച്ചയായിട്ടും അത് താല്പര്യമുള്ളവർ വരിക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതാണ് ഞാനിപ്പോൾ കൂടുതലും സ്ട്രെസ് ചെയ്യാറ്. ഈ ജോണറോ ഇങ്ങനത്തെ കൺഫ്യൂഷൻ കോമഡി കാണാൻ താല്പര്യമുള്ളവർ വരും, അല്ലാത്തവരോട് നമ്മൾ വരാൻ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അവർക്കത് നമ്മൾ റൈറ്റ് ആയിട്ടുള്ളൊരു മീലല്ല ഓഫർ ചെയ്യും. അപ്പോ പടം നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ കാണാൻ വരിക. പടം കണ്ടതിൽ മാത്രം അഭിപ്രായം പറയുക. തിയേറ്ററിൽ തന്നെ കാണും. അപ്പൊ ഓഗസ്റ്റ് 23 അപ്പൊ ഓഗസ്റ്റ് 23 താനാരായിട്ട് ഷൈനും അജുവും കൂട്ടമായിട്ട് എത്തുന്നുണ്ട്. അപ്പൊ എല്ലാവരും പോയി കാണുക. ഇത്രയും സമയം തന്നതിന് താങ്ക് യു സോ മച്ച്.